മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു വിശേഷമുണ്ട്. നമുക്ക് എക്സാം ആവാനായി, ക്രിസ്മസ് എക്സാം ഒക്കെ ആവാനായി. അപ്പോൾ എന്ത് ചെയ്യുക, നല്ലപോലെ മക്കളെ എക്സാമിന് വേണ്ടി പഠിക്കണം. അപ്പോൾ നമ്മൾ EVS നോക്കുകയാണെങ്കിൽ EVS നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാൻ പറയും, എക്സ്പെരിമെൻ്റൽ നോട്ട് എഴുതാനായിട്ട് പറയും. ഇപ്പം നമ്മൾ ഒരുപാട് പരീക്ഷണം ചെയ്യാറില്ലേ EVS? നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പരീക്ഷണക്കുറിപ്പായിട്ട് എഴുതുക, എക്സ്പെരിമെൻ്റൽ നോട്ട് തയ്യാറാക്കാനൊക്കെ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. ആ സ്റ്റെപ്പ് നമ്മൾ കറക്റ്റായിട്ട് അതിനകത്ത് ഉണ്ടാവണം, ഇല്ലെങ്കിൽ നമ്മളെ മാർക്ക് കുറഞ്ഞു പോകും. അതിനി നിങ്ങൾക്ക് ഈ 4ാം ക്ലാസ്സിൽ മാത്രമല്ല, ഇനി അങ്ങോട്ട് വലിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചോദിക്കും, എക്സ്പെരിമെൻ്റൽ നോട്ട് തയ്യാറാക്കാൻ പറയും. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നോക്കാം, കിടക്കല്ലേ? യെസ്. അപ്പോൾ നമ്മളൊരു പരീക്ഷണം ഉണ്ടാവുമ്പം ആ പരീക്ഷണത്തിന് ഒരു എക്സ്പെരിമെൻ്റൽ നോട്ട് തയ്യാറാക്കുന്നതിന് മുന്നേ ആ എക്സ്പെരിമെൻറ്റിന് എന്തുണ്ടാവണം മക്കളെ? യെസ്, അതിനൊരു പേര് ഉണ്ടാവണം, നെയിം ഓഫ് ദ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, എന്ത് പരീക്ഷണം ചെയ്യുകയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എക്സ്പെരിമെൻ്റൽ നോട്ട് തയ്യാറാക്കുമ്പോൾ അതിനൊരു പേര് കൊടുക്കുക. എന്ത് കൊടുക്കുക? പരീക്ഷണത്തിൻ്റെ പേര് കൊടുക്കുക. അത് കഴിഞ്ഞോ? ഇല്ല. നമ്മൾ ഈ പരീക്ഷണം ചെയ്യുന്നത് എന്തിനാണ്, എന്താണ് നമ്മളുടെ ലക്ഷ്യം, എന്താണ് നമ്മളുടെ എയിം എന്നുള്ളത് നിങ്ങൾ കൊടുക്കണം. ആദ്യം നെയിം ഓഫ് ദ എക്സ്പെരിമെൻറ്റ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് എയിം വേണം, ലക്ഷ്യം. ഓക്കെ, അടുത്ത ഹെഡിങ് വേണ്ടത് എന്താണ്? ലക്ഷ്യം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നമുക്ക് വെറുതെ എക്സ്പെരിമെൻറ്റ് പരീക്ഷണം എന്ന് പറഞ്ഞാൽ പരീക്ഷണം ചെയ്യാൻ കഴിയുമോ? ഇല്ല. നമുക്കതിനായിട്ട് കുറേ സാധനങ്ങളൊക്കെ വേണം, കുറേ മെറ്റീരിയൽസൊക്കെ വേണം അല്ലേ? ഒരു മിസ് ഒരു എക്സാമ്പിളായിട്ട് ഒരു പരീക്ഷണം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത്, എന്തൊക്കെ സാമഗ്രികളാണ് വേണ്ടത്, അത് നമുക്കവിടെ ലിസ്റ്റ് ചെയ്യണ്ടേ? അപ്പോൾ അതിന് ഹെഡിങ് കൊടുക്കണം, ആവശ്യമായ സാമഗ്രികൾ, അല്ലെങ്കിൽ മെറ്റീരിയൽസ് റിക്വയേർഡ് എന്ന് കൊടുക്കാം, മെറ്റീരിയൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാലും ഓക്കെയാണ്. അപ്പോൾ സാമഗ്രികൾ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, പരീക്ഷണം ചെയ്യാൻ തുടങ്ങും. ഈ എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ, ആ ഒരു പ്രവർത്തനക്രമം അടുത്തത് എഴുതണം. അടുത്തത് ഹെഡിങ് എന്താ കൊടുക്കേണ്ടത്? പ്രവർത്തനക്രമം. ഇംഗ്ലീഷിൽ എന്ത് കൊടുക്കാം? പ്രൊസീജിയർ എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞോ? ഇല്ല. നമ്മൾ ഈ പരീക്ഷണം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനകത്തുനിന്ന് നമ്മൾ ചില കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുമല്ലോ. എന്തൊക്കെയാണ് ആ പരീക്ഷണത്തിൽ നടന്നത്, കുറേ കാര്യം നമ്മൾ നിരീക്ഷിക്കും. അപ്പോൾ അടുത്തത് എന്താണ്? ഒബ്സർവേഷൻ ആൻഡ് ഫൈൻഡിങ്സ്. എന്താണ് ഒബ്സർവേഷൻ ആൻഡ് ഫൈൻഡിങ്സ്? നമ്മളുടെ നിരീക്ഷണമാണ് എഴുതേണ്ടത്, നിരീക്ഷണ ഫലം. അങ്ങനെ ലാസ്റ്റ് ഈ ഒബ്സർവേഷനിലൂടെയൊക്കെ നമ്മൾ ലാസ്റ്റ് എന്തെത്തും? ഒരു കൺക്ലൂഷനിലെത്തും, ഒരു നിഗമനത്തിലെത്തും. ആ എക്സ്പെരിമെൻറ്റിലൂടെ നിങ്ങൾ എന്താണോ കണ്ടെത്തിയത് അതാണ് നിങ്ങളുടെ നിഗമനം, നിങ്ങളുടെ കൺക്ലൂഷൻ. അപ്പോൾ ലാസ്റ്റ് എന്തുണ്ടാവണം? കൺക്ലൂഷൻ അഥവാ നിഗമനം എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എന്ത് എഴുതണം? നിങ്ങളുടെ നിഗമനം എഴുതണം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അറൗണ്ട് അസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് എന്ന് പറഞ്ഞുള്ള ചാപ്റ്ററിനകത്തുള്ള ഒരു കുട്ടി എക്സ്പെരിമെൻറ്റ് ഇതുപോലെ ഒന്ന് എഴുതി നോക്കിയാലോ? നിങ്ങൾക്ക് അറിയാവുന്ന എക്സ്പെരിമെൻ്റ് ആണ്, നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞതായിരുന്നു, ചെയ്ത് നോക്കിയതാണ്. ദ പവർ ഓഫ് എയർ, വായുവിൻ്റെ ശക്തി എന്ന് പറഞ്ഞിട്ടൊരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്തിരുന്നില്ലേ? മിസ് പറഞ്ഞു തന്നിരുന്നു, സ്കൂളിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? നമുക്ക് വായുവിന് ശക്തി ഉണ്ടോ, എയറിന് പവർ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അതാണ് നമ്മളുടെ പരീക്ഷണം. അപ്പോൾ ഈ പരീക്ഷണത്തിന് എന്തൊക്കെ സാധനമായിരുന്നു വേണ്ടത്? യെസ്, നമുക്കൊരു മിൽമ പാക്കറ്റ് അല്ലെങ്കിൽ പാക്കറ്റ് പാലിൻ്റെ കവർ വേണം, പിന്നെ കുറച്ച് ബുക്സ് വേണം, പിന്നെ ഒരു സൈഫൺ ട്യൂബ് വേണം അല്ലേ? പിന്നെ എന്ത് വേണം? സൈഫൺ ട്യൂബ് അല്ല, ഒരു മേസൺ പൈപ്പാണ് വേണ്ടത്, ഒരു മേസൺ പൈപ്പ് വേണം. പിന്നെ എന്ത് വേണം? ഒഴിഞ്ഞ പാൽ കവർ, പുസ്തകങ്ങൾ, നൂലൊക്കെ വേണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പരീക്ഷണം എഴുതുമ്പം എന്താ കൊടുക്കേണ്ടത്? പരീക്ഷണത്തിനൊരു ഹെഡിങ് കൊടുക്കണം, എക്സ്പെരിമെൻറ്റിനൊരു നെയിം കൊടുക്കണം. അപ്പോൾ നെയിം കൊടുത്തു. മിസ് നെയിം കൊടുത്തിരിക്കുന്നത് വായുവിൻ്റെ ശക്തി എന്നാണ്. എന്താ മിസ് കൊടുത്തിരിക്കുന്നത്? വായുവിൻ്റെ ശക്തി, ദ പവർ ഓഫ് എയർ എന്നാണ് മിസ്സിൻ്റെ എക്സ്പെരിമെൻറ്റ് ഹെഡിങ് കൊടുത്തത്. അത് കഴിഞ്ഞോ? ഇല്ല. ആ എക്സ്പെരിമെൻറ്റ് ഞാൻ എന്തിനാണ് ചെയ്യുന്നത്, എന്താണ് എൻ്റെ എയിം, എന്താണ് എൻ്റെ ലക്ഷ്യം എന്നുള്ളത് കൊടുക്കണം. അപ്പോൾ അടുത്ത ഹെഡിങ് കൊടുത്തു, എയിം. ഓക്കെ, മലയാളത്തിൽ എന്ത് കൊടുക്കും? ലക്ഷ്യം എന്ന് കൊടുത്തു. എന്താണ് ചെയ്യേണ്ടത്? വായുവിൻ്റെ ശക്തി, അതായത് വായുവിന് ശക്തിയുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരീക്ഷണം ചെയ്യുന്നത്. വായുവിൻ്റെ, ടു ചെക്ക് ദ പവർ ഓഫ് എയർ. അപ്പം ഈ പരീക്ഷണം ചെയ്യാൻ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് വേണം? അതാണ് നമ്മളുടെ അടുത്ത ഹെഡിങ്. അപ്പം എന്താ? മെറ്റീരിയൽസ് റിക്വയേർഡ്. ഓക്കെ, ആവശ്യമായ സാമഗ്രികൾ എന്തൊക്കെയാണ്? മേസൺ പൈപ്പ് വേണം. മേസൺ പൈപ്പൊക്കെ മിസ് പറഞ്ഞു തന്നിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ചെറിയ പൈപ്പാണ് കേട്ടോ മേസൺ പൈപ്പ് എന്ന് പറയുന്നത്, അത് വേണം. പിന്നെ ഒരു എംപ്റ്റി മിൽക്ക് കവർ,
നമ്മളുടെ പാൽ പാക്കറ്റ് ഇല്ലേ, അത് പാലെടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള എംപ്റ്റി കവർ വേണം. പിന്നെ വേണ്ടത് ബുക്കുകൾ വേണം, പിന്നെ ത്രെഡ് നൂല് വേണം. അപ്പോൾ ആവശ്യമായ സാമഗ്രികൾ മീസൺ പൈപ്പ്, ഒരു ഒഴിഞ്ഞ പാൽ കവർ, പുസ്തകങ്ങൾ, നൂല്. ഇനി കഴിഞ്ഞോ? ഇല്ല. ഇനി നമ്മൾ പരീക്ഷണം ചെയ്യാൻ പോവാം. അപ്പോൾ എന്തായിരിക്കും അടുത്ത ഹെഡിങ് വേണ്ടത്? പ്രൊസീജിയർ, പ്രവർത്തനക്രമം. അപ്പം നമ്മളിപ്പോൾ നോക്കുന്നത് പവർ ഓഫ് എയർ ആണ്, വായുവിൻ്റെ ശക്തിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? പാൽ കവറിന്, അപ്പം നമ്മളെ പ്രവർത്തനക്രമം മിസ് എഴുതി വെച്ചിട്ടുണ്ട്. ചെറിയ ദ്വാരമുള്ള ഒരു ഒഴിഞ്ഞ പാൽ കവറിലേക്ക് മേസൺ പൈപ്പ് തിരുകി വെച്ച് നൂല് കൊണ്ട് കെട്ടുക. കവറിന് മുകളിൽ ഒരു പുസ്തകം വെക്കുക. കവറിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം? പുസ്തകം വെക്കുക. മേസൺ പൈപ്പിലൂടെ ഊതുക. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻസേർട്ട് എ മേസൺ പൈപ്പ് ത്രൂ ദ സ്മോൾ ഹോൾ ഓഫ് എൻ എംപ്റ്റി മിൽക്ക് കവർ ആൻഡ് ടൈ ഇറ്റ് വിത്ത് എ ത്രെഡ്. ഓക്കെ. Place a book above the cover, blow air into the cover through the mason pipe. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രൊസീജിയറിൽ, പ്രവർത്തനക്രമത്തിൽ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പം നമ്മൾ എന്താ മിസ് എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? യെസ്, മിസ് ചെയ്യുന്നത് അതിനകത്ത് ആ ഒരു പാൽ കവറിലേക്ക് എന്ത് ചെയ്തു? കാറ്റ് ഊതി നിറച്ചു. ആ മേസൺ പൈപ്പിലൂടെ കാറ്റ് ഊതി നിറച്ചു. അതിന് മുകളിൽ എന്ത് വെച്ചിട്ടുണ്ടായിരുന്നു? ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബുക്കിന് എന്ത് സംഭവിച്ചു എന്നൊക്കെ നമ്മൾ എഴുതേണ്ടത് എവിടെയാണ്? പ്രൊസീജിയറിലാണോ? അല്ല, അത് നമ്മൾ എഴുതേണ്ടത് നമ്മളുടെ ഒബ്സർവേഷൻ ആൻഡ് ഫൈൻഡിങ്സിലാണ്. എവിടെയാണ് എഴുതേണ്ടത്? ഒബ്സർവേഷൻ ആൻഡ് ഫൈൻഡിങ്സ്, നമ്മളുടെ നിരീക്ഷണ ഫലത്തിൽ. അപ്പോൾ എന്തായിരിക്കും നമ്മളുടെ നിരീക്ഷണ ഫലം? ആ കവറിലേക്ക് ഇങ്ങനെ ഊതുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ പുസ്തകങ്ങൾ ഉയരും, ബുക്സ് ലിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കാണും അല്ലേ? എന്താ നമ്മൾ കാണുന്നത്? ബുക്ക് ലിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് നിന്നും നമ്മൾ എന്ത് നിഗമനത്തിലേക്കാണ് എത്തിയത്? ആ ബുക്ക് പൊന്തിയത് എന്തുകൊണ്ടാണ്? വായുവിന് പവർ ഉള്ളതുകൊണ്ട് അല്ലേ? എയറിന് വായുവിന് ശക്തി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ കൺക്ലൂഷൻ എന്താണ്? യെസ്, എയർ ഹാസ് പവർ. വായുവിന് ശക്തിയുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് നമ്മൾ ആ പരീക്ഷണത്തിലൂടെ എത്തും. എന്തായിരിക്കും നിഗമനം? വായുവിന് ശക്തിയുണ്ട്. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ പരീക്ഷണക്കുറിപ്പായിട്ട് എഴുതുക, എക്സ്പെരിമെൻ്റൽ നോട്ട്സ് ആയിട്ട് എഴുതുക എന്ന് പറയുമ്പം ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ അതിനകത്ത് ഉണ്ടാവണം. ഓക്കെ, ആ സ്റ്റെപ്പ് ഏതെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ മാർക്ക് കുറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യുക. പരീക്ഷണത്തിൻ്റെ പേര് എഴുതുക, എയിം എഴുതുക, അതേപോലെ മെറ്റീരിയൽസ്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് എഴുതുക, അതിൻ്റെ പ്രൊസീജിയർ എഴുതുക, അത് കഴിഞ്ഞാൽ നിങ്ങൾ ഒബ്സർവേഷൻ എഴുതുക, അത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൺക്ലൂഷൻ എഴുതുക. സംഭവം സിമ്പിളാണ്. ഈ ഹെഡിങ് ഒക്കെ കൊടുത്തൊന്ന് ബ്യൂട്ടിഫുൾ ആക്കി എഴുതി കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യുക മക്കളെ? നന്നായിട്ട് പഠിക്കുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊക്കെ നോക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പം അടിപൊളിയായിട്ട് പഠിക്കാം.